ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് പോർക്ക് വെച്ചൊരു ഡിഷ് ഉണ്ടാക്കിയാലോ. അത്ര വെറൈറ്റി ഒന്നുമല്ല, ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഡിഷ് തന്നെയാണ്, ചില്ലി പോർക്ക്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിസിൽ. ചില്ലി പോർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ പീസ് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഒട്ടും നെയ്യില്ലാത്ത പീസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്കാദ്യം പോർക്കിറച്ചി ഒന്ന് വേവിച്ചെടുക്കാനായി അതിലേക്ക് 1 സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൈവച്ച് നന്നായി തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് പ്രഷർ കുക്കറിലേക്ക് മാറ്റി വെള്ളം ഒട്ടും ഒഴിക്കാതെ ഇത് സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. രുചിയുടെ ആ വിസിൽ നാദം ഏതാണ്ട് ഒരു 3 പ്രാവശ്യം വരെ നമുക്ക് കേട്ടിരിക്കാം. പ്രഷർ പോയതിന് ശേഷം പ്രഷർ കുക്കർ തുറന്ന് അതിൽ നെയ്യോ വെള്ളവും ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് അടിയിൽ പിടിക്കാതെ വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായി തണുക്കാനായി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി തീരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഏതാണ്ട് ഒരു 8 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു മാറ്റിവെക്കാം. ഇനി ഒരു സവോള ചതുരത്തിൽ അരിഞ്ഞെടുക്കാം. ചതുരത്തിൽ അരിഞ്ഞെടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ക്യാപ്സിക്കവും പകുതി ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് മാറ്റിവെക്കാം. നമ്മുടെ ചില്ലി പോർക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പോർക്ക് ഇറച്ചി തണുത്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായി ഇളക്കി പോർക്കിലെല്ലാം യോജിപ്പിക്കാം. ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും ഇട്ട് ഇളക്കാം. അതിനുശേഷം 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് വറുക്കാനായി പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി തിളച്ചു വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്കെടുത്ത് വറുത്തു കോരാം. ഇറച്ചി ഓൾറെഡി വെന്തിരിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് സമയം വെന്താൽ മതി. നമ്മുടെ മസാലയെല്ലാം ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ കോരിയെടുക്കാം. എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിക്കാം. ഇതൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും ഇട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഇതിലേക്കിട്ട് നന്നായി ഇളക്കാം. ഇതധികം വേവേണ്ട കാര്യമില്ല. ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. ചില്ലി പോർക്കിന് കളർ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് നന്നായി ഇളക്കാം. ഇനി 1 സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. അതും നമുക്ക് ഈ മിക്സിലേക്ക് ചേർക്കാം. എന്നിട്ട് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന പോർക്ക് ഇറച്ചിയും കൂടിയിട്ട് നന്നായി ഇളക്കാം. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. പോർക്കിറച്ചി ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഡിഷ് വളരെയധികം ഇഷ്ടപ്പെടും. ഇതിൽ പോർക്കിൻ്റെ നെയ്ക്കുത്ത് ഒന്നുമില്ല. ഇത് പോർക്കിറച്ചിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. വളരെ രുചികരവും വ്യത്യസ്തവുമായ ഒരു റെസിപ്പി കൂടിയാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തവും രുചികരവുമായ ഡിഷുകൾക്ക് ടേസ്റ്റ് വിസിൽ സബ്സ്ക്രൈബ് ചെയ്യുക.